ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ട്രെയിനിൽ നിന്ന് രണ്ട് തമിഴ് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടിട്ടാ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ബാക്ക് തോണ നല്ല സോഡ മൂടി കണ്ണാടി കെട്ടാണ്ട് ഇങ്ങനെ ലുക്കായി വന്നിക്കണ്. ഓനെന്തോ ചമക്കിണ്ടിട്ട് അത് പബ്ലിക്കല്ല എന്ന് ഉറപ്പായപ്പോ ഞാൻ ഓനോട് ചോദിച്ചു എന്താണ് ബ്രോ, കഞ്ചാവാണെന്നൊക്കെ ചോദിക്കണായി, എന്താണ് ബ്രോ തമ്പാക്കാണോന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ പറഞ്ഞേ അത് ബൂമറാണ് ബ്രോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് തമിഴ്നാട്ടിലെല്ലാവരും ബൂമറല്ല തിന്നല്. പിന്നെ എന്തോ ഒരു പേരും പറഞ്ഞു, ശ്രീലക്ഷ്മിയോ ഗൃഹലക്ഷ്മിയോ അങ്ങനെ തോന്നുന്നു. പിന്നെ ഓന്റെ ഗ്ലാസ് വാങ്ങിയാണ് ഞാനാണ്ട് വെച്ച് നോക്കിട്ടാ. ഇതിന്റെ ആ മുടിയോ ആ താടിയോ അതിനൊക്കെ ആ കണ്ണാടി കൂടി വെച്ചപ്പോഴേ എന്തോ കൈതച്ചക്കക്ക് ലോട്ടറി അടിച്ച മാതിരി ഒരു മോന്തല്ലേ. ഇന്ന് ട്രെയിൻ കയറാൻ നേരത്തെ ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും കോയമ്പത്തൂർ മംഗലാപുരം മാറി പോണോണ്ടേ കോയമ്പത്തൂർക്ക് പോണ ഞാൻ മംഗലാപുരത്തേക്ക് അറിയാത്ത ടിക്കറ്റ് എടുത്തു പോയി. രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ ട്രെയിനിൽ പോണ ഞാൻ ഇന്ന് തൊട്ടിലെടുക്കാൻ മറന്നു പോയിട്ടാ. എന്നിട്ട് എന്റെ ചെങ്ങായിമാര് ജീവൻ പണയം വെച്ചാണ്ട് 3 മിനിറ്റിന്റെ ഉള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ സാധനം എത്തിച്ചെന്ന്. ഇതെങ്ങാനും ആ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ മോനെ ഞാൻ ആ ജനറലിൽ കിടന്നാണ് നിരകിച്ച് ചത്തീനി. ഓർക്കാൻ വയ്യെങ്കിൽ. പിന്നെ ഞാൻ ഫറോക്കുള്ള ഒരു ഓട്ടോക്കാരനെ കണ്ടിട്ടാ. മൂപ്പരെന്നെ കണ്ടപ്പോ തന്നെ കെട്ടിപ്പിടിക്കട സ്നേഹം കൊണ്ട്. ഇതേമാതിരി എന്നെ കുറെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവൂലേ. ഓരൊക്കെ എന്നെ നേരിട്ട് കാണിച്ചിട്ടേന്ന് ഞാൻ പഠിച്ചവരോട് തോന്നുന്നോണ്ടിട്ടാ. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാം. ഇന്നോട് ഈ ട്രെയിൻ പാലക്കാട് നിർത്തോ ചെങ്ങായി എന്ന് ചോദിക്കാൻ വന്നൊരു ബീഹാരി ഇട്ടവന്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവര് വെള്ളം അടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് പാമ്പ് പൊരിച്ചൊക്കെ തിന്നുമല്ലോ. ഈ പാമ്പ് പൊരിച്ചത് ആക്ച്വലി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞോളൂ. ഞാൻ അവനോട് നമ്പറൊക്കെ വാങ്ങിനോ, ഓരോ നാട്ടിൽ പോകുമ്പോൾ ഓരോ ദിവസം തിന്നണം. ഓന്റെ കൗത്തിലൊരു മാല ഉണ്ടപ്പോ ഞാൻ ചോദിച്ചു അവനോട് ഇതെന്താ പാമ്പിന്റെ മുടയാണോ ചോദിച്ചിട്ട്. അപ്പൊ അവൻ പറഞ്ഞു അതല്ല, ഓനെ ഈ കഴിഞ്ഞ കുംഭമേളക്ക് വാങ്ങിയാണല്ലോ. ഞാൻ അന്ന് കയറി ട്രെയിനിൽ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടി അവിടെ. കാരണം ഈ ഫ്ലൈറ്റ് ഒക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് കേട്ടിട്ടുണ്ട്. അതേമാതിരി ഈ ട്രെയിൻ ഇനി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാണ്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സംഭവമാവൂലേ. ഞാൻ അറിയാതെ ഞാൻ വലിയൊരു അധോലോകമായി മാറൂലേ. എനിക്ക് വയ്യ. ഓക്കേനാശ് അധോലോകം.